ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. സെൽഫ് ലവ് ഈ ഒരു വാക്ക് നിങ്ങൾ പലപ്പോഴായിട്ട് പല സമയങ്ങളിൽ പല വ്യക്തികളിൽ നിന്ന് പല വീഡിയോസിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. എന്താണ് സെൽഫ് ലവ്? ചിലപ്പോൾ നിങ്ങൾ ആ ഒരു ജേണിയിലായിരിക്കാം. നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്ന ഒരു സമയത്തായിരിക്കാം നിങ്ങളുള്ളത്. അല്ലെങ്കിൽ സെൽഫ് ലവ് ഇല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു സമയമായിരിക്കാം. ഇന്നത്തെ ഈ വീഡിയോയിൽ എന്താണ് സെൽഫ് ലവ് എന്നും നമ്മളുടെ ഹീലിംഗ് ജേണിയിൽ അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുമൊക്കെയാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങൾ ചുറ്റുമുള്ള ആളുകളെ ഒരുപാട് സ്നേഹിക്കുന്നു, പക്ഷേ നിങ്ങൾക്ക് അതേ സ്നേഹം നിങ്ങൾ നൽകുന്നില്ല? നിങ്ങൾ മറ്റുള്ളവരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു, എല്ലാവരെയും മനസ്സിലാക്കുന്നു. ഒരു തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അവരോട് ക്ഷമിക്കുന്നു, പക്ഷേ സ്വന്തം കാര്യം വരുമ്പോഴോ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ വിമർശക, അല്ലേ? നിങ്ങളുടെ ഏറ്റവും വലിയ ക്രിട്ടിക് നിങ്ങൾ തന്നെയായിരിക്കും. ആൻഡ് നമ്മുടെ ജീവിതത്തിൽ ക്രിറ്റിസിസം ഒക്കെ വേണം, അല്ലേ? സ്വയം ക്രിട്ടിസൈസ് ചെയ്യാനുള്ള കഴിവൊക്കെ നമുക്ക് വേണം. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞാലോ നിങ്ങൾക്ക് സ്വയം തോന്നിത്തുടങ്ങും, നിങ്ങളത്ര പോരാ, നിങ്ങൾക്കത്ര സൗന്ദര്യമില്ല, നിങ്ങൾ നേടിയതൊന്നും വിജയമല്ല, നിങ്ങളൊന്നിലും സക്സസ് ആയിട്ടില്ല, നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ അർഹതയുള്ളൊരു വ്യക്തിയല്ല എന്നൊക്കെ. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരു സെൽഫിഷ്നെസ് അല്ല. ഒരിക്കൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് സെൽഫ് ലവിനെ കുറിച്ച് സംസാരിച്ച സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളങ്ങനെ നമ്മളെ സ്നേഹിക്കാൻ പോയാൽ മറ്റുള്ളവരോടൊക്കെയുള്ള സ്നേഹം ഇല്ലാതെ ആകുമോ എന്നുള്ള കാര്യം. ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൂടി നിങ്ങൾ ചെയ്യുന്നു. അതായത് നിങ്ങളും ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. അതിൻ്റെ ഒരു തെളിവാണ് സെൽഫ് ലവ്. ഇതൊരു ഹീലിംഗ് ആണ്. ഇത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യം കൂടിയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സെൽഫ് ലവ് ആയിരിക്കും. ആ മിസ്സിങ് പീസ് ജോയിൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ ലൈഫിൽ ഉണ്ടായേക്കാം. സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് ഞാൻ പെർഫെക്റ്റ് ആണെന്ന് സ്വയം പറയുന്ന ഒരു കാര്യമല്ല. നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുകയാണ് ഇതിന് വേണ്ടത്. നിങ്ങളിപ്പോൾ എത്ര തകർന്ന അവസ്ഥയിലാണെങ്കിലും, നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണെങ്കിലും, നിങ്ങൾ എന്ത് മാനസികാവസ്ഥയിലാണെങ്കിലും, നിങ്ങൾ വിചാരിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് ലൈഫിൽ നേടാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ അക്സെപ്റ്റ് യുവർ സെൽഫ്. നിങ്ങളെ നിങ്ങളായിട്ട് സ്വീകരിക്കുക. ഇനി നിങ്ങളെ എങ്ങനെ മാറ്റാൻ സാധിക്കുമെന്ന് മാത്രം ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ജീവിതത്തിലാണ് സംഭവിച്ചതെങ്കിൽ നിങ്ങൾ അവരെ കൈവിടിയുമോ? അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് അത്ര റൂഡായിട്ടുള്ള ഭാഷയിൽ നിങ്ങൾ അവരോട് സംസാരിക്കുമോ? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം സെൽഫ് ലവ് ഇല്ലാത്ത ആളുകളൊക്കെ മറ്റുള്ളവരോട് വളരെയധികം കരുണയുള്ളവരും സ്വയം തീരെ കരുണയില്ലാത്തവരുമായിരിക്കും. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അവനവനോട് സംസാരിക്കുന്ന രീതി ഒന്ന് മാറ്റിപ്പിടിക്കുക എന്നുള്ളതാണ്. ആദ്യം സ്വയം കരുണയോടെ സംസാരിക്കാൻ പഠിക്കുക, സ്വയം ഫോർഗീവ് ചെയ്യാൻ പഠിക്കുക. നിങ്ങൾക്ക് ഒരു വിലയുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളുടെ വില മനസ്സിലാക്കിയില്ല എന്ന് വെച്ച് അതില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അതുണ്ട്. നിങ്ങളെങ്കിലും നിങ്ങൾക്ക് വില കൊടുക്കണം. നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാത്ത വിലയും റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ ചുറ്റുമുള്ളവർ തരും എന്ന് പ്രതീക്ഷിക്കുന്നിടത്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം. ഈ ഒരു റിയലൈസേഷനാണ് എല്ലാ കാര്യങ്ങളുടെയും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ 90% കാര്യങ്ങളും രക്ഷപ്പെട്ടു. ആളുകൾക്ക് സെൽഫ് ലവ് ഇല്ലാതെ പോകുന്നതിൽ നമ്മൾ വളരുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വളർന്നു വന്ന സാഹചര്യങ്ങൾക്ക് ഒരുപാട് വലിയ റോളുണ്ട്. കാരണം നമ്മൾ ജീവിച്ചു വരുമ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് എങ്ങനെയാണ്? മറ്റുള്ളവരെ എങ്ങനെ പ്ലീസ് ചെയ്യാം, മറ്റുള്ളവരെ എങ്ങനെ തൃപ്തിപ്പെടുത്താം, അവർക്കതിഷ്ടമല്ല, ഇവർക്കിതേ ഇഷ്ടമുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു, അച്ഛനും അമ്മയ്ക്ക് ഇന്ന കോഴ്സാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനതെടുത്ത് പഠിക്കുന്നു. പലപ്പോഴും വളർന്നു വരുന്നൊരു സാഹചര്യത്തിൽ തന്നെ കുട്ടികൾക്ക് അറിയില്ല എങ്ങനെയാണ് സെൽഫ് ലവ് വേണ്ടത്. അതൊരു സെൽഫിഷ്നെസ് ആയിട്ട് അവരവരുടെ ഇഷ്ടങ്ങൾ പറയുമ്പോൾ അതൊരു സെൽഫിഷ്നെസ് ആയിട്ട് അവർക്ക് തോന്നും. അപ്പോൾ സ്വയം കെയർ കൊടുക്കാൻ എല്ലാവരും മറന്നു പോകും. അങ്ങനെയാണ് ഈ സെൽഫ് ലവ് എന്ന് പറയുന്ന കാര്യം ജീവിതത്തിൽ കുറഞ്ഞു വരുന്നത് നമ്മളുടെ ലേണിംഗ് സ്റ്റേജിൽ തന്നെ. അതോടുകൂടി നമ്മുടെ ഇമോഷൻസിനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും, നമ്മളുടെ വേദനകളെ സപ്രസ് ചെയ്യാൻ തുടങ്ങും, എപ്പോഴും നമ്മളെയും മറ്റുള്ള ആളുകളെയും വെച്ച് കമ്പയർ ചെയ്യാൻ തുടങ്ങും. ഇതൊക്കെ ഒരാളുടെ സെൽഫ് ലവ് വളരെയധികം കുറയ്ക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ തന്നെ ആരാണെന്നുള്ള കാര്യം പോലും നമുക്ക് മനസ്സിലാവില്ല. കാരണം എപ്പോഴും നമ്മൾ മറ്റുള്ളവരെന്ത് പറയും, മറ്റുള്ളവരെന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ള ഒരു ലൈഫിലാണ് ജീവിക്കുന്നത്. സോ നിങ്ങളുടെ യഥാർത്ഥ ഒരു വ്യക്തിത്വത്തിൽ നിന്ന് നിങ്ങൾ ഒരുപാട് അകലെയാണിപ്പോൾ, നിങ്ങൾ ഡിസ്കണക്റ്റഡ് ആണ്. ആദ്യം ആ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങുന്ന സമയത്ത് ഹീലിങ്ങും നിങ്ങളുടെ ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്യും.
നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളെ ഒഴിവാക്കുന്നത് നിങ്ങൾ സ്വയം നിർത്തും. നിങ്ങളുടെ ചിന്തകളെ ഒഴിവാക്കുന്നത്, നിങ്ങൾക്ക് അർഹിക്കുന്ന കാര്യങ്ങളെ ഒഴിവാക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം കണ്ടെത്തുന്നതൊക്കെ ഇതിൻ്റെ ഒരു പാർട്ടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് നിങ്ങൾ സ്വയം സ്നേഹിച്ചു തുടങ്ങുന്നോ അന്ന് തൊട്ട് നിങ്ങളുടെ എനർജി ആവശ്യമില്ലാത്ത സ്ഥലങ്ങൾ നിങ്ങൾ ചിലവാക്കാൻ മടിക്കും. അതായത് നിങ്ങളുടെ എനർജിയെ നഷ്ടപ്പെടുത്തുന്ന ആളുകളുണ്ട്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയുകയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ, അവരുടെ പുറകെയുള്ള ഓട്ടം നിങ്ങൾ നിർത്തും. നിങ്ങൾ സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്നത് നിർത്തും. വാലിഡേഷന് വേണ്ടി യാചിക്കുന്നത് നിങ്ങൾ നിർത്തും. നിങ്ങൾക്ക് ഫിറ്റ് അല്ലാത്ത സ്ഥലങ്ങളിൽ, നിങ്ങൾക്ക് മാനസികമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നിന്നും മാറി നിൽക്കും. അതോടുകൂടി എല്ലാവരിൽ നിന്നുള്ള അപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തോന്നൽ തന്നെ നിങ്ങളുടെ മാറും. ആൻഡ് സ്ലോലി നിങ്ങളുടെ ലൈഫിലേക്ക് സമാധാനം എന്ന് പറയുന്ന ഒരു കാര്യം എൻട്രി ചെയ്ത് തുടങ്ങും. സെൽഫ് ലവ് എന്ന് പറയുന്നത് നിങ്ങളെ ഇമോഷണലി ഹീൽ ചെയ്യാനുള്ള ഒരു ആയുധമാണ്. നിങ്ങളുടെ റിജക്റ്റ് ചെയ്യപ്പെട്ട വേർഷൻ, നിങ്ങളെ ഇഗ്നോർ ചെയ്യപ്പെട്ട വേർഷൻ, അതിനെയൊക്കെ ഒന്ന് മാറ്റി പുതിയ നിങ്ങളെ, അല്ലെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ ഊർജത്തെ തിരിച്ചറിയാൻ നിങ്ങളെ അത് സഹായിക്കും. നിങ്ങളെ ഓരോ കാര്യവും അതിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് റെസ്റ്റ് പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ പറഞ്ഞിട്ടുള്ളതാണ്, സ്നേഹം നിങ്ങൾ ഡിസർവ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതൊക്കെ നിങ്ങൾക്ക് ഓരോ ദിവസവും കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കും. ആൻഡ് ഇതിനോട് കൂടി പറയേണ്ട ഒരു കാര്യമുണ്ട്. ഹീലിംഗ് എന്ന് പറയുന്നത് ഓവർനൈറ്റ് സംഭവിക്കുന്ന ഒരു കാര്യമല്ല, അതിന് സമയമെടുക്കും. ഞാൻ നേരത്തെയുള്ള വീഡിയോകളിലും ഇത് പറഞ്ഞിട്ടുണ്ട്. ചില ദിവസങ്ങൾ നിങ്ങൾക്ക് സെൽഫ് ഡൗട്ട് തോന്നും, ചില ദിവസങ്ങൾ നിങ്ങൾക്ക് കരയാൻ തോന്നും, ചില ദിവസങ്ങൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കയ്യിൽ നിന്ന് പോകുന്നത് പോലെ തോന്നും. പക്ഷേ സെൽഫ് ലവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റിവിറ്റിയെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ കൂടി സാധിക്കും. ഓക്കെ, നിങ്ങളുടെ ഹാർഡ് മൊമെൻറ്റ്സ്, ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് ഹാർഡ് മൊമെൻറ്റ്സിനെയൊക്കെ നിങ്ങൾക്ക് ലൈറ്റ് ആക്കാനായിട്ട് സാധിക്കും. സെൽഫ് ലവ് പ്രാക്ടിക്കലി എങ്ങനെ ചെയ്തു തുടങ്ങാം? ആദ്യത്തേതെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന രീതി മാറ്റുക എന്നുള്ളതാണ്. നിങ്ങൾ സ്വയം കുറേ കുറ്റപ്പെടുത്തുകയാണ്, എപ്പോഴും നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ, നിങ്ങളെക്കുറിച്ച് ഒട്ടും വില തോന്നുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന രീതി ഒന്ന് മാറ്റി നോക്കുക. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതായിരിക്കും. കാരണം നിങ്ങളുടെ മനസ്സ് എപ്പോഴും നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമതായിട്ട്, നിങ്ങളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. ആ ഒരു വ്യക്തി വേറൊരു സാഹചര്യത്തിൽ ജനിച്ച, വേറൊരു സാഹചര്യത്തിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ സോഷ്യലി അവർക്ക് കിട്ടിയിട്ടുള്ള എക്സ്പോഷറൊക്കെ വളരെയധികം വ്യത്യസ്തമായിരിക്കും നിങ്ങളെക്കാട്ടിലും. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അവരെ കമ്പയർ ചെയ്യാൻ പറ്റുന്നത്? ഒരേ വീട്ടിലുള്ള രണ്ടാളുകൾ ചിക്കൻ കറി ഉണ്ടാക്കിയാൽ അതിന് 2 ടേസ്റ്റ് ആയിരിക്കും, ഈവൻ ഒരേ പൊടികൾ ഉപയോഗിച്ചാൽ പോലും. അപ്പോൾ ഒരു ജീവിതത്തിനെ തന്നെ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് എത്രത്തോളം മണ്ടത്തരമാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളോട് തന്നെ പറയുന്ന വാഗ്ദാനങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. ചില സമയത്ത് നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കും. ഞാൻ ഇനി ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഞാൻ വർക്കൗട്ട് ചെയ്തു തുടങ്ങും, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തുടങ്ങും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറേ കമ്മിറ്റ്മെൻറ്റ്സ് കൊടുക്കും. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോൾ ആ ഒരു എനർജി ഉണ്ടാവില്ല. തലേ ദിവസം രാത്രി എടുക്കുന്ന തീരുമാനങ്ങൾ പോലും പിറ്റേ ദിവസം ചെയ്യാത്ത ആളുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളോട് കൊടുക്കുന്ന പ്രോമിസുകൾ നിങ്ങളത് യെസ് ആയിരിക്കണം എപ്പോഴും. അതായത് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ നല്ലതിന് വേണ്ടി നിങ്ങൾ എടുത്തതാണ് അല്ലേ? അപ്പോൾ അത് നിങ്ങളോട് പാലിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. നാലാമതായിട്ട്, നിങ്ങൾ കുറച്ച് സമയമൊക്കെ ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങളെക്കുറിച്ച് പഠിക്കാൻ, നിങ്ങളുടെ ചിന്തകളെക്കുറിച്ച് പഠിക്കാൻ, നിങ്ങളുടെ തീരുമാനങ്ങളെക്കുറിച്ച് പഠിക്കാൻ, നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ, നിങ്ങളുടെ പേടികളെക്കുറിച്ച് പഠിക്കാൻ. അതൊക്കെ നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യണം. ആൻഡ് ഫൈനലി, നിങ്ങളെ ഏറ്റവും കൂടുതൽ സമാധാനത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളോട് ക്ഷമിക്കുക എന്നുള്ളതാണ്. മേ ബി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, ഒരുപാട് തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കാം. ഇറ്റ്സ് ഓക്കെ. നിങ്ങളുടെ ഒരു ഇൻറ്റിമേറ്റ് സുഹൃത്താണെങ്കിൽ നിങ്ങളിങ്ങനെ ക്ഷമിക്കില്ലേ? നിങ്ങളുടെ മക്കളാണെങ്കിൽ നിങ്ങളിങ്ങനെ ക്ഷമിക്കില്ലേ? അപ്പോൾ നിങ്ങളോടും ക്ഷമിക്കുക. പുതിയൊരു ലൈഫിനുള്ള തുടക്കം സെൽഫ് ലവിലൂടെ നിങ്ങൾക്ക് സാധ്യമാണ്. നിങ്ങളുടെ ലൈഫ് അവസാനിച്ചിട്ടൊന്നുമില്ല. ഇനിയും മുന്നോട്ട് നിങ്ങൾക്ക് യാത്രകളുണ്ട്. നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിച്ചേക്കുക. നിങ്ങൾ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളിൽ പോയിട്ടുണ്ടായിരിക്കും, ക്ഷമിക്കുക. ഓക്കെ, നിങ്ങൾ ഡിസർവ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളെക്കാളും കുറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ തൃപ്തി കണ്ടിട്ടുണ്ടായിരിക്കും. സാരമില്ല, ക്ഷമിക്കുക. ഓക്കെ, നിങ്ങളുടെ ലൈഫ് ഇനി ഗ്രോ ചെയ്യാൻ പോവുകയാണ്. അവിടെ നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇനി വരാനുണ്ട്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് നിങ്ങളെ ആളുകൾ തിരിച്ചറിയുന്ന ഒരു ദിവസം വരുമെന്ന് സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുക. അതായിരിക്കണം നിങ്ങളുടെ ബാക്ക് ബോൺ. എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്ത് തുടങ്ങും നിങ്ങൾ സ്വയം സ്നേഹിച്ചു തുടങ്ങുമ്പോൾ. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത പോഡ്കാസ്റ്റുമായിട്ട് കാണാം. ബൈ.